എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യ, ഇന്തോനേഷ്യ, UK, ഹോങ്കോങ് ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആപ്പിളിൻ്റെയും NVIDIAയുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. 4.91 ട്രില്യൺ US$ ആണ്. ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും ആപ്പിള് NVIDIAനെ ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ കമ്പനി ആയിട്ട് ആപ്പിൾ മാറാനുള്ള സാധ്യതകളുണ്ട്. ഇത് തീർച്ചയായിട്ടും ആപ്പിളിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ആപ്പിളിന് ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് നൽകിയിട്ടുള്ള ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഡിസിഷനാണ്. ആപ്പിളിൻ്റെ AI ഇൻ്റലിജൻസ് സിരി ഫീച്ചറിൽ കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ചൈനീസ് ഗവൺമെൻറ് അനുമതി നൽകിയിട്ടുണ്ട് ഐഫോണുകളിലും മാക്ബുക്കിലൊക്കെ. ഇതുവരെ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പോ ഇത്തരത്തിലുള്ള അനുമതിയൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ വലിയൊരു മാർക്കറ്റാണ് ചൈനീസ് മാർക്കറ്റ്. അതോടൊപ്പം തന്നെ ഫോൾഡബിൾ ഐഫോൺസും കൂടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആപ്പിളിൽ നമ്മൾ മുമ്പ് തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിട്ടുള്ളത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആപ്പിൾ തന്നെയായിരിക്കാം മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആയിട്ട് മാറാൻ പോകുന്നത്. ഇൻഡിക്കേഷൻസൊക്കെ ലഭിക്കുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ സിരി ഫീച്ചർ ഒരുപക്ഷെ ഒരു AI ഏജൻ്റായിട്ട് പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരിക്കും. ഇത്തരത്തിലുള്ളൊരു ഫീച്ചർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആപ്പിൾ ഒരുപക്ഷെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. മറ്റ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മറ്റെല്ലാ സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി വീക്കാണ്. ചിപ്പ് സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഒക്കെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സെൽ ഓഫ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ളൊരു അവസരമാണ്. കാരണം മെമ്മറികളില്ലാതെ അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് കമ്പ്യൂട്ടറുകളില്ലാതെ ഒന്നും തന്നെ ടെക്നോളജി സെക്ടറിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നല്ല ഡിമാൻഡ് ഇത്തരത്തിലുള്ള മെമ്മറി ചിപ്പുകളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റം ഈ സ്റ്റോക്കുകളിൽ വീണ്ടും കാണാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. SK ഹൈനിക്സ് അതുപോലെ സാൻഡിസ്ക് മറ്റ് മെമ്മറി സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയിൽ കഴിഞ്ഞ ആഴ്ച താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പ് അതുപോലെ തന്നെ ഏഷ്യയിലത്തെ മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഹോങ്കോങ്ങും ഇന്ത്യ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗോൾഡ് നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി കണ്ടിരുന്നു. പെക്യുലിയർ ആയിട്ടുള്ളൊരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ ഗോൾഡ് $4,000 പെർ ഔൺസിന് താഴെ വരുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ളൊരു ബൈയിങ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഗോൾഡിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നൽകാൻ പോകുന്നത്. കാരണം ഒരു ഡിപ്പ് ബൈയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കൗണ്ടർ ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ഗോൾഡ് പ്രൈസ് $3,959 പെർ ഔൺസ് വരേക്ക് വെള്ളിയാഴ്ചയും താഴെ വന്നിരുന്നു. അതിനുശേഷം നല്ല റിക്കവറിയാണ്. $4,017.3 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ഗോൾഡും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇതൊക്കെയാണ് മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റിലുള്ള ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു ഇവൻ്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട്. സ്കൈ റൂട്ട് എയറോസ്പേസ് പ്രൈവറ്റ് കമ്പനിയാണ് ആദ്യമായിട്ടൊരു റോക്കറ്റ് ലോഞ്ച് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ 3ാമത്തെ രാജ്യമാവാണ് പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ച് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ. US-ഉം ചൈനയാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്പേസ് സെഗ്മെൻറ്റിൽ അറൗണ്ട് 100 സ്റ്റാർട്ടപ്പുകളുണ്ട്. സ്കൈ റൂട്ട് അതിലുള്ള ഒരു പ്രമുഖ സ്റ്റാർട്ടപ്പാണ്. അവർ സക്സസ്ഫുൾ ആയിട്ട് റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും ധാരാളം കമ്പനികൾ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു ഇമ്പാക്റ്റൊക്കെ സ്പേസ് സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സ്കൈ റൂട്ട് എയറോസ്പേസിൻ്റെ റോക്കറ്റ് ലോഞ്ചിൽ പങ്കെടുത്തിട്ടുള്ള പല ലിസ്റ്റഡ് കമ്പനികളും ഉണ്ട്. ആ കമ്പനികളിലും വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ BHEL ഇന്ത്യയിലത്തെ ഡൊമസ്റ്റിക് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള 1200 കിലോ വാട്ട്
അൾട്രാ ഹൈ വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്, അതുപോലെ തന്നെ ഒരു ഇവൻ്റാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് BHEL സ്റ്റോക്ക് പ്രൈസിലൊന്നും കണ്ടിട്ടില്ല. അതോടൊപ്പം ധാരാളം പ്രൊഡക്റ്റുകൾ പൈപ്പ് ലൈനിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് BHELനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ മറ്റൊരു ഇവൻ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള ഹൈഡ്രജൻ ട്രെയിനുകളിൽ 2-3 ബോഗികൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 10 ബോഗികളാണ്. 2600 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈഡ്രജൻ ട്രെയിനാണ്. തീർച്ചയായിട്ടും ഇതൊരു ഇന്നോവേഷൻ തന്നെയാണ്. 10 രാജ്യങ്ങൾ ഇത്തരത്തിൽ ഇഫക്റ്റായിട്ട് മുന്നിലുണ്ടെങ്കിലും ജർമ്മനിയും ചൈനയും മാത്രമാണ് ഒഫീഷ്യലി ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ 3rd കൺട്രി ആവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഇന്നോവേഷൻസിൻ്റെ ഒരു വീക്ക് തന്നെയായിരുന്നു. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒപ്റ്റിമിസം നമ്മുടെ മാർക്കറ്റിലുണ്ട്. Q1 റിസൾട്ടുകൾ ഇതുവരെ വന്നു തുടങ്ങിയിട്ടുള്ള Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ റവന്യൂ എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്, അതുപോലെ തന്നെ പ്രോഫിറ്റും എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. പിരമൾ ഫൈനാൻസ്, ITC ഹോട്ടൽസ്, ടെക് മഹീന്ദ്ര ടെക്നോളജി സ്റ്റോക്കുകൾ പൊതുവേ ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ടെക്നോളജി സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. കാരണം മേയുടെ ഒരു തള്ളിക്കയറ്റമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും മേയുടെ ടോക്കൺ വലിയ രീതിയിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഒരു യൂസ് ചെയ്യാനായിട്ട് ഒരു ടോക്കൺ നമ്മൾ സബ്സ്ക്രിപ്ഷൻ മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആ ലിമിറ്റ് പോവുകയാണ്. അപ്പോൾ കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ MSME സെഗ്മെൻറ്റിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വീണ്ടും പഴയ രീതിയിലുള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സെക്ടർ സർവീസസ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. ഒപ്പം ആന്ധ്രാപ്രദേശിലെ 4ാമത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ഓഗസ്റ്റ് 1-ന്. GMR എയർപോർട്ട്സ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 4750 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് 2203 ഏക്കറിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കൂടി ആന്ധ്രയിൽ വരുന്നത്. വിശാഖപട്ടണത്താണ്. തീർച്ചയായിട്ടും GMRനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ഡെവലപ്മെൻറ്റ് വലിയ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. പൊതുവെ ആന്ധ്രയിൽ ധാരാളം ടെക്നോളജി കമ്പനികൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പെർഫോമൻസൊക്കെ നമ്മുടെ ഓവറോൾ ഇന്ത്യയിലുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ആന്ധ്രയിലത്തെ ഗ്രോത്തും ഇന്ത്യയിലത്തെ ഗ്രോത്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ ഓവറോൾ പെർഫോമൻസ് കഴിഞ്ഞ ശനിയാഴ്ച വരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ രംഗത്ത് പ്രൈവറ്റ് ബാങ്കുകൾ എക്സലൻറ്റ് റിസൾട്ടുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ICICI ബാങ്ക്, അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ഒപ്പം HDFC ബാങ്ക്. ഈ ബാങ്കുകളൊക്കെ ഒരുപക്ഷെ ഈ റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് മാത്രമാണ് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും മറ്റു ബാങ്കുകളൊക്കെ പെർഫോമൻസ് ആണ്. അതേസമയം കോർപ്പറേറ്റ് ലെൻഡിങ് വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രൈവറ്റ് ബാങ്കുകളുടെ ഇടയിൽ. തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ക്രെഡിറ്റ് ഇൻക്രീസ് ആവുന്നത് പ്രൈവറ്റ് ബാങ്കുകളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവെ ബാങ്കിങ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്കുകളുടെ റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ശനിയാഴ്ച പുറത്തു വന്നിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ ഈ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന കാലിബർ മൈനിങ് ആദ്യത്തെ ദിവസം 1.31 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. തിങ്കളും ചൊവ്വയും കൂടി ഓപ്പൺ ആണ്. ഈ 2 ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു IPO ഉണ്ട്. ഇൻഡോ MIM എന്ന് പറയും. മെറ്റൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് കമ്പോണൻസ് ഓട്ടോമൊബൈൽസിന്, ഡിഫൻസിന്, അതുപോലെ തന്നെ എയറോസ്പേസ് രംഗത്തിനൊക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ്. പ്രൈസ് ഫിക്സ് ചെയ്തിട്ടില്ല. നല്ലൊരു IPO ആണ്. 1 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. അപ്പം മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ്. ഈ ആഴ്ചയിൽ 23-ാം തീയതി ഓപ്പൺ ആവുന്ന ഇൻഡോ MIM ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി.
ഇതാണ് IPO മാർക്കറ്റിലുള്ള വിശേഷങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPOs എല്ലാം തന്നെ ഹൈലി ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിരുന്നു. ഈ ആഴ്ചയിൽ അതിൻ്റെയൊക്കെ ലിസ്റ്റിംഗ് കാണാൻ സാധ്യതകളുണ്ട്. ആ ലിസ്റ്റിംഗ് വളരെ നല്ല ഗെയിനാണ് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ റിലയൻസിൻ്റെ റിസൾട്ടും വന്നിരുന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ് റിലയൻസിൻ്റെ റിസൾട്ട്. റിലയൻസ് ടെലികോമിൻ്റെ റിസൾട്ട് സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതേസമയം റിലയൻസ് റീറ്റെയിലിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ടേൺ ഓവർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ടേൺ ഓവറും നല്ല രീതിയിലാണ് മുന്നേറിയിരിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ലോസ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഴ്ചയിൽ NBFC സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ ആഴ്ചയിൽ അറൗണ്ട് 256ഓളം കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇൻഫോസിസ് ഉണ്ട്, എറ്റേണൽ ഉണ്ട്, ബജാജ് ഓട്ടോ ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രമുഖ കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ഈ സ്റ്റോക്കുകളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ Q1 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ ധാരാളം സെക്ടേഴ്സ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച്. ന്യൂക്ലിയർ പവർ രംഗത്ത് വലിയ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. അപ്പോൾ സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകളിലും ഒരു മുന്നേറ്റം കണ്ടേക്കാം. അതോടൊപ്പം തന്നെ റെയിൽവേ ബുള്ളറ്റ് ട്രെയിനിൻ്റെ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളിലും ഒരു പക്ഷേ ഒരു മുന്നേറ്റം കണ്ടേക്കാം. ഒപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള മെറ്റൽ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് സ്റ്റീൽ സ്റ്റോക്കുകൾ, ഇന്ത്യയിലത്തെ സ്റ്റീൽ സെക്ടറും നല്ല രീതിയിൽ മുന്നേറുകയാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് Q1 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള. അടുത്ത ദിവസങ്ങളിലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. അതേസമയം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. എന്നിരുന്നാലും മുമ്പുണ്ടായ രീതിയിലുള്ള നെഗറ്റീവ് റിയാക്ഷനൊന്നും തന്നെ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒരു 6 മാസം 1 വർഷമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂട്ടൊക്കെ കണ്ടുപിടിക്കും നമ്മുടെ ക്രൂഡ് പ്രൊക്യൂർമെൻറ്റിനും അതുപോലെ തന്നെ LNG ഇമ്പോർട്ടിനൊക്കെ വേണ്ടി. അത്തരത്തിലുള്ള ന്യൂസ് ലോസ് തന്നെയാണ് UAE പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഒമാനിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇൻക്രീസ് ആവുന്നത് തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മുടെ എക്കണോമിക്ക് നൽകാൻ പോകുന്നത്. ട്രേഡ് ഡാറ്റ നോക്കുകയാണെങ്കിൽ ബാലൻസ് പേയ്മെൻറ്റ് ഓഫ് സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഇതൊന്നും തന്നെ നെഗറ്റീവായിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റ് മാർക്കറ്റുകളൊക്കെ മുന്നേറുമ്പോൾ നമ്മുടെ മാർക്കറ്റ് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമ്മൾ പല പോഡ്കാസ്റ്റുകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ സെൽ ഓഫ് ഒക്കെ നടത്തി പോയിരുന്നു. പക്ഷേ ജൂലൈ മാസത്തിൽ അവർ വളരെ അഗ്രസീവ് ബയേഴ്സാണ്. ഇതുവരെ $1.8 ബില്യൺ വർത്ത് സ്റ്റോക്കുകളാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്ട്രെങ്ത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലും മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നു അവരെ പീരീഡ് ഓഫ് 1 to 2 ഇയറിനുള്ളിൽ നിഫ്റ്റിയും സെൻസസും വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ പല സെക്ടർ സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സ്പേസ്, എയ്റോസ്പേസ് റിലേറ്റഡ് രംഗത്തുള്ള കമ്പനികൾ, ഡിഫൻസ് റിലേറ്റഡ് കമ്പനികൾ, റെയിൽവേ സെക്ടർ സ്റ്റോക്കുകൾ, ന്യൂക്ലിയർ പവർ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ, ക്ലിനിക്കൽ റിസർച്ചിലുള്ള ഫാർമ കമ്പനികൾ, കോൺട്രാക്ട് ഡെവലപ്മെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ധാരാളം ഫാർമ കമ്പനികളുടെ പിരമൽ ഫാർമി ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലെൻമാർക്ക് ഉണ്ട്, ഒപ്പം ലോറസ് ലാബ്. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷയേക്കാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് മാർക്കറ്റിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും അഗ്രസീവായിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SIP കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളും റീറ്റെയിലേഴ്സും ആണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ഇനി നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ ഭാഗത്ത് നിന്ന് അവർ വിറ്റിട്ടുള്ള പല സ്റ്റോക്കുകളും താഴെ തന്നെ മുകളിൽ തന്നെ വാങ്ങേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ഓവറോൾ നമ്മളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കൈ റൂട്ട് എയറോസ്പേസിൻ്റെ പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ച്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, ഒപ്പം മറ്റ് പല റിഫോം മെഷേഴ്സ്, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ രംഗത്ത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള റിഫോം മെഷേഴ്സിൽ വീണ്ടും ഗവൺമെൻറ് ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. പല കമ്പനികളിലും ഗവൺമെൻറ് കൂടി സ്റ്റേക്ക് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളുടെ പ്രവർത്തനം മുന്നോട്ട് നയിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്.
തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒപ്പം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്ത് കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള സെൽഫോൺ മാനുഫാക്ചറിങ് രംഗത്ത് വന്നിട്ടുള്ള റിഫോം മെഷേഴ്സൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അതാത് രംഗത്തൊക്കെ നൽകാൻ പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. ഇനി ബ്രന്റ് ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ മുന്നേറി $120 ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ മൈനർ നീജർക്ക് റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതേസമയം ഗ്ലോബലി വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളായി വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബലി എല്ലാ മാർക്കറ്റുകളിലും ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മൈനർ ഇമ്പാക്റ്റൊക്കെ ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതുവരെ പുറത്ത് വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ ബെറ്ററാണ്. അടുത്ത് വരാൻ പോകുന്ന Q1 റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. ബാങ്കിങ് സെക്ടർ, NBFC സെക്ടർ, ഈ സെക്ടർ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ പൊതുവെയുള്ള ന്യൂസ് റോസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.